വെളിയങ്കോട് മാറഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് ചെയ്തൊരു വർക്കിന്റെ വീഡിയോ ആണ് എന്റെ ഈ വീഡിയോ ക്ലിപ്സിന് പുറകിലായിട്ടുള്ളത്. ഏകദേശം ഒരു 6 മിനിറ്റോളം ആ വീഡിയോ ഉണ്ട്, നിങ്ങളെല്ലാവരും കാണുക. അതിനകത്ത് മുൻവശത്ത് തന്നെ, അതായത് ബാംഗ്ലൂർ സ്റ്റോണും താണ്ടൂർ സ്റ്റോണും മിക്സ് ചെയ്ത് വിരിച്ചു. താണ്ടൂർ സ്റ്റോണിന്റെ കോബിൾ വിരിച്ചിട്ടുണ്ട്, പിന്നെ പേൾ ഗ്രാസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് മനോഹരമായ വീട്. അപ്പൊ അതിന്റെ വീട്ടുമുറ്റം നമ്മൾ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വാട്ടർ ലെവൽ ചെയ്ത്. ഏകദേശം ഒരു 3 യൂണിറ്റോളം മണ്ണാണ് നമ്മൾ ഇവിടെ ഇട്ടത്. വെളിയങ്കോട് എടപ്പാളിന്റെ ഇടയിലുള്ള ഒരു പ്രദേശമാണ് മാറഞ്ചേരി. അപ്പോൾ അവിടെയാണ് ഈ വീടുള്ളത്. മനോഹരമായ ഒരു വീടാണ്. അപ്പോൾ അതിന് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണും താണ്ടൂർ സ്റ്റോണും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മൾ താണ്ടൂർ സ്റ്റോണും ബാംഗ്ലൂർ സ്റ്റോണും ചെയ്യുന്ന സമയത്ത് താണ്ടൂർ സ്റ്റോണ് ബാക്ക് സൈഡിലും ബാംഗ്ലൂർ സ്റ്റോണ് ഫ്രണ്ട് സൈഡിലൊക്കെയാണ് വിരിക്കാറുള്ളത്. കനം കുറഞ്ഞ കല്ല് ബാക്ക് സൈഡിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വർക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കല്ല് വിരിച്ചതിന് ശേഷമുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ബാംഗ്ലൂർ സ്റ്റോൺ 3x2 സ്റ്റോൺ ആണ് വിരിച്ചത്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ 2 താണ്ടൂർ സ്റ്റോൺ 50 mm അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 40 mm ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ 30 mm 25 to 30 mm വന്നിരുന്നു. അപ്പോൾ നമ്മളെ അടുത്ത് കുറച്ച് കാലം ലീവൊക്കെ എടുത്ത് പോയ നെഫിലിക്ക് തിരിച്ച് വീണ്ടും വന്നു. അവൻ ജോയിനായി. അപ്പോൾ അവനാണ് ഈ പണി ഏറ്റെടുക്കുന്നത്. അത് നല്ല അടിപൊളി വർക്കറാണ്. അപ്പോൾ ഏകദേശം വിരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കുറച്ച് ഇച്ചിരി ലാൻഡ്സ്കേപ്പ് വരുന്നുണ്ട്, ചെടികളുടെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണാം. ലോൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 165 സ്ക്വയർ ഫീറ്റ് പേൾ ഗ്രാസും അതിനകത്തുള്ള ചെടികളാണ്. പിന്നെ ഇച്ചിരി അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കുറച്ച് ബാംബൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചെടികൾ വരുന്നത്. അപ്പോൾ 2 കല്ലും ജോയിൻ ആകുന്നത് ഇതുപോലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഈ ബാംഗ്ലൂർ സ്റ്റോണും താണ്ടൂർ സ്റ്റോണും ജോയിൻ ആകുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മാറഞ്ചേരിയിലുള്ള ഈ ഒരു വീടിന്റെ വർക്ക് ഫൈനൽ ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലാണ്. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ അതിനകത്ത് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണുണ്ട്, താണ്ടൂരുണ്ട്. സൈഡിലും ബാക്കിലൊക്കെ നമ്മൾ താണ്ടൂർ സ്റ്റോൺ തന്നെയാണ് വിരിച്ചത് കേട്ടോ. താണ്ടൂർ സ്റ്റോൺ ഇത് 25 to 30 mm താണ്ടൂർ സ്റ്റോണാണ്. ബാക്ക് സൈഡിൽ വണ്ടിയൊന്നും കയറാത്ത ഏരിയയാണ്. എന്നാലും ബൈക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ കയറ്റാം. പക്ക വാട്ടർ ലെവലായി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലംസും ഇല്ല. പണി ചെയ്യുന്ന വർക്കർക്ക് എല്ലാം അറിഞ്ഞിരിക്കണം, അതാണ് ഇതിൻ്റെ പ്രധാനം. കല്ല് വിരിക്കുന്ന ആൾ പെർഫെക്റ്റ് ആണ്. ഞാൻ പറയാറുണ്ട്, കമ്പനി എത്ര വലുതായിട്ടും കാര്യമില്ല, കല്ല് വിരിക്കാർ പോക്കാണെങ്കിൽ കാര്യം പോക്കാം. അപ്പോൾ ഇത്ര ഏരിയയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത്. ഈ സൈഡിൽ മറു സൈഡിലും ഏകദേശം ഒരു കറുവായിട്ടാണ് വരുന്നത് കേട്ടോ. ഗാർഡൻ വർക്കർ നമ്മുടെ പ്രൊഫഷണൽ വർക്കറാണ്, നമ്മളെ ശിഷ്യനാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത വർക്കാണ് കേട്ടോ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഗോൾഡൻ ബാമ്പു അവിടെ അല്ല, ഗോൾഡൻ ബാമ്പു ഈ സൈഡിലാണ് ഇവിടെ വെക്കുന്നത്. ഇവിടെ ഗോൾഡൻ ബാമ്പു, ഇവിടെ മറ്റേ വെറുകരട് ബാമ്പു, അതേപോലെ ആ സൈഡിലെ 2 സൈഡിൽ വെക്കണം കേട്ടോ. അപ്പൊ എന്താ പറയാനുള്ളത് അജ്രു? പിന്നെ നമ്മളെ ഈ ചെടിന്റെ പണിക്ക് പോകുള്ളൂ, ചെടി പുല്ല് അതിന്റെ പണിക്ക് പോകുള്ളൂ. പുല്ല് ഏതാ മോഡൽ സ്പെഷ്യലിസ്റ്റ് ആണത്. പുല്ല് ഏതാ മോഡലിൽ വേണമെങ്കിൽ നമ്മൾ വെട്ടി ഷേവേക്ക് എല്ലാം നമ്മൾ ചെടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, പറഞ്ഞ ചെടി ഡിസൈനും കാര്യങ്ങളുണ്ട്, എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊരു എടുക്കാനായ ഒരു ഗാർഡൻ വർക്കറാണ്. അപ്പം ഞാൻ കറുവായ ഭാഗത്തൊക്കെ പുല്ലും ചെടികളൊക്കെ വെച്ചു. ഇവിടെ താഴെ സ്റ്റോൺ, അതിന് ശേഷം ഒരു പാത്വേ ആണ്. പിന്നെ എൻട്രിയിൽ നമ്മൾ കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. 4 ഇഞ്ചിൻ്റെ താണ്ടൂർ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ച്. പിന്നെ ആ മറു സൈഡാണ് ഇത് പേൾ ഗ്രാസ് ഒക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ. പേൾ ഗ്രാസ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു, പലതരം ശ്രബുകളായിരുന്നു. അതുപോലെ 4 ബോഗൻവില്ല ഉണ്ടായിരുന്നു, എല്ലാ ചെടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ 3x2 സ്റ്റോൺ ആണ് വിരിച്ച്. അപ്പോൾ വാഷ് ചെയ്ത് കംപ്ലീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനുശേഷം ലാസ്റ്റത്തെ ഇച്ചിരി വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ ആ വീട്ടുടമസ്ഥൻ എനിക്ക് അയച്ചു തരികയുണ്ടായത്. ഇങ്ങനെയാണ് ഈ പാത്വേ ചെയ്യുന്നത്. പരമാവധി ചിലവ് കുറയ്ക്കാം. ഇച്ചിരി ഭാഗം അവർക്ക് വെള്ളം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, കിണറിൻ്റെ ഒരു സൈഡാണ് അങ്ങനെ ചെയ്ത്. പിന്നെ അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇത് ബാക്കിലുള്ള വീടിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴാണ് ആ ഒരു ദൃശ്യമാണ്. ഇത് എൻട്രിയാണ്, കോബിള്. വീഡിയോ ഒക്കെ 1-2 ക്ലിപ്സുകൾ ആദ്യം രണ്ടാമതൊക്കെ ആയത് മാറി മാറി വന്നിട്ടുണ്ട്, ക്ഷമിക്കുക പ്രേക്ഷകർ. അപ്പോൾ ഇത് നമ്മൾ ഗ്രൗട്ട് ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ പൊടിയൊക്കെ വെച്ച് വെള്ളം അടിക്കുന്നതിന് മുമ്പായിട്ടുള്ളൊരു ദൃശ്യം. അപ്പോൾ അതുവരെ ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗങ്ങളിലൊക്കെ ഇനി ഗ്രൗട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഗ്രൗട്ട് ചെയ്തൊരു വീഡിയോകൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടുടമസ്ഥന് നമുക്ക് അയച്ചു തന്നിട്ട് അവസാന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ്. അത് മുൻപിൽ നമ്മൾ അവിടെ ആ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിരുന്നു. അതുപോലെ ഇതാണ് നമ്മൾ ബോഗൻവില്ല വെറിഗേറ്റഡ് മൾട്ടി ബോഗൻവില്ലയാണ് വെച്ചത്. ഒരു പീസ് ഒന്ന്, പിന്നെ ഒരു വെറിഗേറ്റഡ് വേറൊരു ബോഗൻവില്ല വെച്ചു. പിന്നെ 2 കളേഴ്സിൻ്റെ 2 ബോഗൻവില്ല വെച്ചു. അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന പെൻറ്റാനസൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൈന ഡോള്, അരീക്ക പാമ്പൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരു 16 mm പോട്ടിലാണ് നമ്മളത് ചെയ്തത് വെച്ചത്. അവർക്കൊരു പ്രൈവസി സ്പേസിന് വേണ്ടിയിട്ടാണ്. പ്രൈവസി സ്പേസ് വേണം, പുറത്തോട്ടുനിന്ന് ഗേറ്റിൽ നിന്ന് ആളുകൾ നോക്കിയാൽ കാണാതിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചൈന ഡോള് വെച്ച് കൊടുത്തത്.
അതെന്തായാലും ഒരു 1.5 മീറ്റർ 2 മീറ്ററോളം ഹൈറ്റ് വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചത് പറഞ്ഞാൽ മുരായ വെച്ചിട്ടുണ്ട്. മുരായ എന്ന് പറയാൻ പറ്റില്ല, മരമുല്ലേനെയാണ്. മുരായയുടെ ഇതിൻ്റെ മിനിയേച്ചറാണ്, മരമുല്ലയുടെ മിനിയേച്ചറാണ് മുരായ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു യൂജീനിയ വെച്ചിട്ടുണ്ട്, നോർമൽ യൂജീനിയ. അതുപോലെ ഒരു പെൻറ്റാനസ് ഒരു 3 പീസ് അവരുടെ വീട്ടിലുണ്ടായിരുന്നു തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാത്ത് വേ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ചെറുതായിട്ട് കർവായിട്ട് വരും. ഇവിടെ കംപ്ലീറ്റ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആ ദിവസം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോന്നു. അവിടെ നമ്മളെ ലേബേഴ്സ് ഉണ്ടായിരുന്നു, അവർ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാവുന്ന വീഡിയോകൾ. പിന്നെ ഈ സൈഡിലൊക്കെ അവരുടെ കുറച്ച് കല്ല് വെച്ചിട്ടുണ്ട്, കിച്ചൺ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ വർക്ക്. ഈ ലാസ്റ്റത്തെ 2 ക്ലിപ്പുകൾ എൻ്റെ സുഹൃത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ അത്ര ക്ലാരിറ്റി ആ വീഡിയോ ഒക്കെ ഉണ്ടാവില്ല, ഷെയ്ക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.